സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന അതിവേഗ റെയിൽ പദ്ധതിയുടെ നടപടികൾ ഉടനില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഉടനടി ആരംഭിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശയെ തുടർന്നാണ് തീരുമാനം. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്, ഇടക്കാല റിപ്പോർട്ട് ഞങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. അതൊരു ധനകാര്യ വിദഗ്ധൻ, റെയിൽവേ വിദഗ്ധൻ, പാരിസ്ഥിതികമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾ, അങ്ങനെ 3 പേരാണ്. അത് ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും എൻ്റെ ഓഫീസിലെ OSD ഉൾപ്പെടെയുള്ളൊരു ടീമാണ് അത് ചെയ്തത്. അവരത് പരിശോധിച്ച് ഉള്ള റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട്. അതിലെ ഇതൊരു പൂർണ്ണമായ റിപ്പോർട്ടല്ല എന്നൊരു വിലയിരുത്തലിലാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒന്ന്, കേരളത്തിൻ്റെ പരിമിതമായ സാമ്പത്തിക വിഭവശേഷി കാരണവും കൃത്യമായ സ്കോപ്പ്, സാധ്യതകൾ, യാത്രക്കാരുടെ എണ്ണം എന്നിവ തിട്ടപ്പെടുത്തുന്നതിനും യാതൊരു തരത്തിലുള്ള പാരിസ്ഥിതിക സാമൂഹ്യ പഠനവും നടത്താത്തതിനാലും ഈ രൂപത്തിൽ പദ്ധതി ഏറ്റെടുക്കാൻ സാധിക്കില്ല. എന്നാൽ ചില തുടർ നടപടികൾ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്. അതായത് ആദ്യഘട്ടത്തിലെ സ്ഥല പരിശോധനകൾ, ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച വിജ്ഞാപനങ്ങൾ അല്ലെങ്കിൽ ഭൂതല നിർമ്മാണവുമായി ബന്ധപ്പെട്ട യാതൊരു പ്രാരംഭ നടപടികളും ഇപ്പോൾ ആരംഭിക്കരുത് എന്നാണ് കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു എക്കണോമിക് മോഡൽ, ഇതിൽ എത്ര യാത്രക്കാർ യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പിന്നെ പാരിസ്ഥിതിക പഠനം, ഇതൊന്നും നടത്താതെ, അതാണ് നമുക്ക് കേരളയിൽ പറ്റിയ ഒരു അപകടം ഇതിൻ്റെ അകത്ത് ആവർത്തിക്കരുത് എന്നാണ് ശുപാർശ. കേരളയിൽ പറ്റിയത് ഈ പാരിസ്ഥിതിക പഠനവും മറ്റു കാര്യങ്ങളും നടത്തുന്നതിന് മുമ്പ് തന്നെ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു കാരണവശാലും ചെയ്യരുത്. പിന്നെ സംസ്ഥാന സർക്കാർ സ്വതന്ത്രമായി 3-4 കാര്യങ്ങളിൽ സ്വതന്ത്രമായി പഠനം നടത്തണം. ഒന്ന്, ചരക്ക് ഗതാഗത സാധ്യതകൾ. ഇതിപ്പോൾ പാസഞ്ചേഴ്സിന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ട്രാക്ക് ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ തുറമുഖാധിഷ്ഠിത വികസനത്തെക്കുറിച്ചും വിമാനത്താവള അധിഷ്ഠിത വികസനത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഈ ലോജിസ്റ്റിക്സ് മൂവ്മെൻ്റ് ഇല്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ ആ ലോജിസ്റ്റിക്സ് മൂവ്മെൻ്റ് ഇല്ലാതെ പാസഞ്ചേഴ്സ് ട്രെയിൻ കൊണ്ട് മാത്രം ഇത് നമുക്ക് വരുമാനവും നമ്മൾ ചിലവാക്കുന്ന പണം അത് തിരിച്ചടയ്ക്കാനും ഒക്കെയുള്ളൊരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോകും എന്നുള്ളതൊരു പ്രശ്നമാണ് അവർ തന്നിരിക്കുന്നത്. ബദൽ മാർഗങ്ങൾ എന്താണ് എന്നത് വിശകലനം നടത്തണം. ഭൂമിയുടെ ലഭ്യത, അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൃത്യമായ കണക്കുകൾ ഈ റിപ്പോർട്ടിലില്ല. നിലവിലുള്ളതും ഭാവിയിൽ വികസിക്കപ്പെടുന്നതുമായ മെട്രോ, തുറമുഖ, ഉൾനാടൻ ജലഗതാഗത സംവിധാനങ്ങളുമായിട്ടുള്ള സംയോജനം, ഇത്തരം കാര്യങ്ങൾ പഠിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പഠനങ്ങൾ യഥാർത്ഥ ആവശ്യകതയും പദ്ധതിയുടെ വിശാലമായ ബഹുമുഖ സാമ്പത്തിക പ്രാധാന്യവും തെളിയിച്ചാൽ മാത്രമാണ് DPR തയ്യാറാക്കുന്ന അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്നാണ് കമ്മിറ്റിയുടെ ഏകകണ്ഠമായിട്ടുള്ള റിപ്പോർട്ട്. ആ റിപ്പോർട്ട് വിശദമായി പഠിച്ചതിന് ശേഷം ഗവൺമെൻറ് അതിലുള്ള നടപടികൾ കൈക്കൊള്ളും. അല്ല, അതല്ല, നമ്മളിത് പഠിക്കട്ടെ. നമ്മളിപ്പോൾ ഇവർ സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകൾ ഇതാണ് പ്രധാനമായിട്ട്. കാരണം അതൊരു നല്ല ഇക്കണോമിക് മോഡലല്ല ഇപ്പം തന്നിരിക്കുന്നത്. കാരണം ഇത് പാസഞ്ചേഴ്സ് മാത്രമാണ് പോകുന്നത്, ലോജിസ്റ്റിക്സ് മൂവ്മെൻ്റ് ഇല്ല. നമുക്ക് ലോജിസ്റ്റിക്സ് മൂവ്മെൻറ്റ് വേണം. നമ്മൾ കടലിൽ കൂടി ലോജിസ്റ്റിക്സ് മൂവ്മെൻറ്റ് ആലോചിക്കുന്നു, റെയിലിൽ കൂടി കൊണ്ടുപോയാൽ തന്നെ നമ്മുടെ ഈ റോഡിലെ ജനസാന്ദ്രത, ഈ വാഹനങ്ങളുടെ സാന്ദ്രത നമുക്ക് കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല ഒരു നമുക്ക് ഇപ്പോൾ എടുക്കുന്ന കടം വലിയ തുക വരും, അതും കൃത്യമായി കണക്കാക്കിയിട്ടില്ല. വലിയ തുക വരുന്നത് നമ്മൾ ബാങ്ക് ലോണും മറ്റു കാര്യങ്ങളും മറ്റ് ബിസിനസ് മോഡലിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്തു കഴിഞ്ഞാൽ അത് തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വരുമാനം പോലും ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടാത്തൊരു സാഹചര്യം വരും. യാത്രക്കാരുടെ എണ്ണം പോലും കൃത്യമായിട്ട് തിട്ടപ്പെടുത്തിയിട്ടില്ല. ഒരു അപൂർണമായ റിപ്പോർട്ടാണെന്നാണ് ഇടക്കാല സമിതിയുടെ ഇത്. സർക്കാർ ഇതിനെ സംബന്ധിച്ച് സർക്കാർ ഒന്നുകൂടി ആലോചിച്ച് ഇതിൻ്റെ ബദൽ മാർഗങ്ങളും മറ്റു കാര്യങ്ങളും ആലോചിക്കും. അല്ല, അത് ഞങ്ങൾ സർക്കാർ പഠിക്കും. അവരോട് ഈ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനോട് ഒരുപാട് കാര്യങ്ങൾ അവർ ചോദിച്ചിരുന്നു. ഈ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവർ ക്വസ്റ്റനെയർ അയച്ചു കൊടുക്കുകയും ഒരുപാട് കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുകയും ചെയ്തു. പക്ഷെ അപൂർണമായൊരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം ഗവൺമെൻറ് എടുക്കരുത് എന്നാണ് റെക്കമെൻഡേഷൻ. അല്ല, അതിവേഗ റെയിൽപാത സാധ്യമായ കാര്യങ്ങൾ, ഒന്ന് പാരിസ്ഥിതികമായ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒന്ന് അതിൻ്റെ സാമ്പത്തികമായ, ഞങ്ങൾ ആ 2 കാര്യത്തിലാണല്ലോ കേരളയിലിനെ എതിർത്തത്. അതൊരു എൻവയൺമെൻറ്റ് ഡിസാസ്റ്റർ ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്.
ഇപ്പം ഞങ്ങളത് പറഞ്ഞിട്ട് ഞങ്ങൾ വന്ന് വേറൊരു എൻവയൺമെൻറ്റ് ഡിസാസ്റ്റർ തുടക്കം കുറിക്കാൻ പറ്റില്ല. പിന്നെ അത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കാര്യമായ ആഘാതം ഏൽപ്പിക്കാതെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കുറേ കൂടി ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പ്രോജക്റ്റ്, കേരളത്തിൻ്റെ ടോപ്പോഗ്രഫി ജോഗ്രഫി എല്ലാം നോക്കിക്കൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ട് മാത്രമേ അത് നടപ്പാവൂ. അതിൻ്റെ ഇല്ലില്ല, നമ്മളിത് റെയിൽവേ, അതിനുള്ള റെയിൽവേ കോമ്പിറ്റൻസ് നമുക്കില്ലല്ലോ ഇതിനുള്ളത്. അത് വേറൊരു ഏജൻസിക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. സംസ്ഥാന സർക്കാർ റോഡ് പണിയുന്നത് പോലെ അല്ലെങ്കിൽ വേറെ പാലം പണിയുന്നത് പോലെയുള്ള റെയിൽ പണിയാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം സംസ്ഥാന സർക്കാരിനില്ല.